ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പൊട്ടി വരട്ടെ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊടികളൊക്കെ വഴറ്റിയെടുത്തത്. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തേക്കുന്നത്. അത് റൗണ്ട് ആയിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പം വെള്ളം ചേർക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കും. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെണ്ടയ്ക്ക സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്ക് ഒരു വട്ടം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇനി ഇത് അടച്ചു വെക്കണ്ട. ഇനി ഇത് തുറന്ന് വെച്ച് ഒരു 5-6 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ് ഇത്. പിന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.